കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന കാസർഗോഡ് സ്വദേശിയെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ 10 പേരാണ് രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. അതിനെക്കുറിച്ചാണ് ഇംതിയാസ് നമ്മളടുത്ത് പറയാൻ പോകുന്നത്. ഇംതിയാസ്, വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഗുരുതരാവസ്ഥയിലായിരുന്നു രോഗി. അപ്പോൾ ഇങ്ങനെ മാറ്റുമ്പോൾ ഒരു ആശ്വാസമുണ്ട്, രോഗം കുറയുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. 10ഓളം പേർ വീണ്ടും ചികിത്സയിലായിട്ടുണ്ട്. കോഴിക്കോട് സ്ഥിതി എങ്ങനെയാണ്? അവിടെയും നടപടികൾ എങ്ങനെ പോകുന്നു? പൂജ, ഒരൽപ്പമെങ്കിലും ആശ്വാസം തരുന്ന വാർത്തയാണ് അമീബിക് മസ്തിഷ്കജ്വരവുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്നത്. കാരണം ഈ കാസർഗോഡ് സ്വദേശി കഴിഞ്ഞ 3 ആഴ്ചയോളമായി ഗുരുതരാവസ്ഥയിൽ തന്നെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് രോഗം കുറച്ചെങ്കിലും ഭേദമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വാർഡിലേക്ക് ഈ യുവാവിനെ മാറ്റാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. 10 പേർ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 പേർ ഈ രോഗം ബാധിച്ച് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതിൽ ഗുരുതരമായ രോഗബാധയുള്ള ആരും തന്നെ ഇല്ല എന്നുള്ളതും ആശ്വാസകരമായ കാര്യം തന്നെയാണ്. 7 പേർ ഈ രോഗം ബാധിച്ച മരണത്തിന് കീഴടങ്ങി എന്നുള്ളതും ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോഴുമൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൂടുതൽ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. ഏറ്റവും അവസാനമായി AK ശശീന്ദ്രന്റെ വികസന ഫണ്ടിൽ നിന്ന് 8 ലക്ഷം രൂപ അനുവദിച്ച് പ്രത്യേക ഉപകരണമൊക്കെ വാങ്ങി അതുപയോഗിച്ചടക്കം പരിശോധനകൾ നടക്കുന്നു എന്നുള്ളതുകൂടെ ഈ രോഗം കൂടുതൽ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ്. പക്ഷെ അപ്പോഴും ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ കുളത്തിൽ കുളിച്ച് രോഗബാധയുണ്ടായത് ഒരു 3-4 പേർക്ക് മാത്രമാണ് എന്നാണ് ഔദ്യോഗികമായി ഇപ്പോൾ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. പക്ഷെ അല്ലാത്തവർക്ക് മറ്റു 5 പേർക്ക് എങ്ങനെയാണ് ഈ രോഗം വന്നത്, രോഗത്തിലേക്ക് അവരെത്തിയത് എന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പിന് പോലും ഇതുവരെ ഒരു വ്യക്തതയില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതേസമയം തന്നെ ഈ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സമിതി ഇതിനുവേണ്ടി രൂപീകരിച്ച് ഈ രോഗം ബാധിച്ച ആ സ്ഥലങ്ങളിൽ, ഇപ്പോൾ മലപ്പുറത്തും വയനാടും കാസർഗോഡും ഒക്കെയാണ്, കോഴിക്കോടും ഒക്കെയാണ് ഈ രോഗം ബാധിച്ചവരുള്ളത്. ആ രോഗം ബാധിച്ചവരുടെ ഇടങ്ങളിൽ പോയി അവിടെയുള്ള ജലാശയങ്ങളടക്കം പരിശോധിക്കാൻ ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചിരുന്നു. പക്ഷെ അങ്ങനെ പരിശോധിച്ചതുകൊണ്ട് ഇതിന്റെ കൃത്യമായ ഉറവിടം കണ്ടെത്താനാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ആരോഗ്യവകുപ്പ് എത്രത്തോളം ഇടപെടുന്നുണ്ട്, എത്രത്തോളം ജാഗ്രതയോടുകൂടി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് കാര്യം. അതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല എന്ന് തന്നെ പറയാം. സംസ്ഥാനത്ത് ഇതുവരെ 17 പേർക്ക് ഈ രോഗം ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ട് എന്നൊരു കണക്കും ശരി. കോഴിക്കോട് നിന്നും ചെറിയ രീതിയിൽ ആശ്വാസകരമായ വിവരം വരുമ്പോഴും പല വിധത്തിലുള്ള ആശങ്കകൾ മറ്റു പലയിടങ്ങളിലുമുണ്ട്. തിരുവനന്തപുരത്തെ കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ ജാഗ്രത അത് കൂട്ടിക്കൊണ്ടുവരേണ്ട ഒരു സമയം കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഇതിന്റെ കണക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത ആരോഗ്യവകുപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നടപടികളൊക്കെ കൃത്യമായിട്ട് മുന്നിലേക്ക് പോകേണ്ട ഒരു സമയം കൂടിയാണ്.